നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവാദ യൂട്യൂബർ KM ഷാജഹാനെതിരെ ശക്തമായ പ്രതിഷേധം. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീടിന് സമീപത്താണ് പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടത്. സ്ത്രീത്വത്തെ യൂട്യൂബിൽ വിറ്റ് ജീവിക്കുന്ന വിവാദങ്ങളുടെ വിൽപ്പനക്കാരൻ എന്നാണ് പോസ്റ്ററുകളിൽ KM ഷാജഹാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വിഷം തുപ്പുന്ന നാവ് പിഴുതെറിയണം എന്നും സാമൂഹ്യ വിപത്താണ് ഷാജഹാൻ എന്നും പോസ്റ്ററുകളിൽ എഴുതിയിട്ടുണ്ട്. ചെറുവക്കൽ ജനകീയ സമിതി എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഇത് സംഘടിത പ്രതിഷേധമാണോ അതോ പ്രാദേശികമായ ഒരു നീക്കമാണോ എന്ന് വ്യക്തമല്ല. സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് KM ഷാജഹാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. എറണാകുളം റൂറൽ സൈബർ ടീമും പറവൂർ പോലീസും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. ഷാജഹാൻ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് രാത്രി 9 മണിയോടെയാണ് പോലീസ് സംഘം എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയ പോലീസ് ഷാജഹാന്റെ ഐഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കേസിൽ പ്രതി ചേർത്ത കൊണ്ടാട്ടി അബു എന്ന യാസർ എടപ്പാളിന്റെ മലപ്പുറത്തെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. കേസിൽ 3-ാം പ്രതിയായ ഇയാൾ വിദേശത്താണെന്നാണ് വിവരം. ഇദ്ദേഹത്തിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് കൈമാറും. KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് CK ഗോപാലകൃഷ്ണനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്ന് ആലുവ സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. എന്നാൽ ഗോപാലകൃഷ്ണൻ ഹാജരായേക്കില്ലെന്നാണ് സൂചനകൾ. അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സൈബർ ആക്രമണത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അധികാര രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ചോദ്യം ചെയ്യുമ്പോൾ തന്നെയും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തിഹത്യയും സ്ത്രീവിരുദ്ധ സൈബർ ആക്രമണങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. ഇത് നിയമപരമായ വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഏറെ ഗുരുതരമാണ്. KM ഷാജഹാനെതിരെയുള്ള പോസ്റ്ററുകളിലെ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകളിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടാണോ എന്ന് വ്യക്തമല്ല. KM ഷാജഹാൻ ഒരു യൂട്യൂബർ എന്ന നിലയിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തീവ്രമായ രാഷ്ട്രീയ വിമർശനങ്ങളുടെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ചാനലുകൾക്ക് വലിയൊരു പ്രേക്ഷക വൃത്തമുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ പലപ്പോഴും വ്യക്തിഹത്യയിലേക്കും കടന്നു പോകാറുണ്ടെന്ന ആരോപണങ്ങളുണ്ട്. ഇത് അദ്ദേഹത്തെ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കുന്നു. ഈ പോസ്റ്ററുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരമുണ്ടോ എന്നതും സംശയകരമാണ്. KM ഷാജഹാൻ മുമ്പ് CPM നേതാവായിരുന്നതുകൊണ്ടും ഇപ്പോൾ CPM-ന്റെ കടുത്ത വിമർശകനായതുകൊണ്ടും ഇത് രാഷ്ട്രീയ പ്രേരിതമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും കരുതുന്നു. അതേസമയം KJ ഷൈനെതിരായ സൈബർ ആക്രമണ കേസിൽ കോൺഗ്രസ് നേതാവിനും പങ്കുണ്ടെന്ന് ആരോപണങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ സൈബർ ഇടങ്ങളിൽ ഈ ആക്രമണങ്ങൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ നടക്കുന്ന പോരാട്ടങ്ങൾ ഇപ്പോൾ ഓഫ്ലൈൻ പ്രതിഷേധങ്ങളിലേക്കും പോസ്റ്റർ ആക്രമണങ്ങളിലേക്കും വഴിമാറിയിരിക്കുകയാണ്. നിയമ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇത് ഉയർത്തുന്നത്. വ്യക്തികളുടെ സ്വകാര്യതയും മാന്യതയും സംരക്ഷിക്കുന്നതിനൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ സംഭവത്തിൽ KM ഷാജഹാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന സാഹചര്യത്തിൽ പോസ്റ്റർ പതിച്ചവർക്കെതിരെ പരാതി നൽകാൻ സാധ്യതയുണ്ട്. ഈ കേസ് ഒരു വ്യക്തിപരമായ ആക്രമണമായി പരിഗണിക്കുമോ അതോ രാഷ്ട്രീയ പ്രേരിതമായ കണക്കാകുമോ എന്നതും പ്രധാനമാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഓരോ പൗരന്റെയും അവകാശമാണ്. എന്നാൽ ഇത് വ്യക്തിഹത്യയിലേക്കും വ്യാജ ആരോപണങ്ങളിലേക്കും വഴിമാറുമ്പോൾ നിയമത്തിന്റെ ഇടപെടൽ അനിവാര്യമായി വരുന്നു.